ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ ഇന്നലെ പറഞ്ഞ പോലെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഹാർഡ് കോർ സീരീസ് ഇത്ര പെട്ടെന്ന് അവസാനിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. ആകെ 3 എപ്പിസോഡേ വന്നിട്ടുണ്ടായിരുന്നുള്ള ആ 3ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഡെഡായത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിരുന്നത്. കുറച്ച് എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ സീരീസ് ചേഞ്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടാമതൊരു ഹാർഡ് കോർ തുടങ്ങാനത്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഹാർഡ് കോറും കൂടി തുടങ്ങി കളിക്കാമെന്നുള്ള മൈൻഡ് ആയിരുന്നു. പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. നമുക്കൊരു ലെറ്റ്സ് പ്ലേ തുടങ്ങി, ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു വേൾഡ്. ഇതൊരു കസ്റ്റം സീഡാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതുകൊണ്ട് ഇവിടെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ 2 വില്ലേജ് ഉണ്ട്. നമ്മുടെ സ്പോണിൻ്റെ അടുത്തായിട്ട് തന്നെ 2 വില്ലേജ് ഉണ്ട്. ഒരു വില്ലേജിൻ്റെ അടുത്താണ് ഞാൻ സ്പോൺ ആയത്, മറ്റേ വില്ലേജ് എവിടെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ലൂട്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതാണ്. പിന്നെ ബെഡ് റോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഡയമണ്ട്സൊക്കെ കിട്ടും കേട്ടോ. ഇതിലങ്ങനെയൊന്നും കിട്ടുമല്ലോ തോന്നുന്നു. അതുകൊണ്ട് കുറച്ച് അയൺ ആർമറും ഹെൽമെറ്റും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സീഡ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചാറ്റിൽ നമ്മുടെ സീഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സീഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കളിച്ച് നോക്കുക. പിന്നെ നമുക്കിനി ഇവിടെ കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് എന്തൊക്കെ ലൂട്ടാൻ പറ്റുമോ അതൊക്കെ ലൂട്ടിയിട്ട് നമുക്കൊരു ബേസ് വെക്കാനുള്ള ഏരിയ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഞാൻ ഇപ്പോൾ തന്നെ കയറിയ ഒരു സ്റ്റാർട്ടർ ബേസ് പണിയണില്ല. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അതുകൊണ്ട് താഴൊരു ഇതും കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മരം കാര്യങ്ങളൊക്കെ കുറച്ചധികം വെട്ടിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല എങ്ങനത്തെ ഒരു ബേസാണ് പണിയേണ്ടതെന്ന് ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ സ്റ്റാർട്ടർ ബേസ് പണിയുന്നതിന് പകരം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബേസ് തന്നെ പണിയാമെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്യാരറ്റ് ഉണ്ടാവും. ഓക്കെ, ഇത് ക്യാരറ്റാണ്. ക്യാരറ്റ് കയ്യിലെടുക്കാം. പിന്നെ അത് സീഡ് എനിക്ക് വേണ്ട, അതുകൊണ്ട് പൊട്ടാറ്റോ വീറ്റ് സീഡും കുറച്ച് വേണമല്ലോ. നമുക്ക് വേറെ പൊട്ടിച്ചെടുക്കുകയും ചെയ്യാമല്ലോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ബേസ് വയ്ക്കാനുള്ളൊരു ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടി കയറിയിട്ട് ഇവിടെ എന്താണുള്ളതെന്നും കൂടി നോക്കാം. ഇതിൻ്റെ മണ്ടയ്ക്ക് ചാടി കയറി അയ്യോ നമുക്കിതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ചെസ്റ്റ് കാണും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. എടേ ഒബ്സീഡിയൻ കുറേ ഉണ്ട് കേട്ടോ. നമുക്കൊരു പോർട്ടൽ പണിയാനുള്ള ഒബ്സീഡിയൻ എന്തായാലും ഇതിലുണ്ട്. ഓക്കെ, 10 ഒബ്സീഡിയൻ 11 ഒബ്സീഡിയൻ ഇതിലുണ്ട്. പിന്നെ നമുക്കൊരു ലെഗിൻസും കിട്ടി. അതുപോലെ തന്നെ അതുകൊണ്ട് കുറച്ച് ബ്രെഡും കിടക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഒരു അയൺ സോഡ്. വാവ്, നമുക്കൊരു അയൺ സോഡും കിട്ടി. അതേതായാലും നന്നായി. നമുക്കൊരു അയൺ സോഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുൾ ആർമറായിട്ടുണ്ട്. നമുക്കൊരു ബൂട്ട്സും കൂടി ഒപ്പിച്ചാൽ മതി. അത് നമുക്ക് അയൺ കോളത്തിനെ തല്ലിക്കൊന്നാൽ പോരെ. അയൺ കോളത്തിനെ തല്ലിക്കൊന്നാൽ നമുക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 അയണോ കിട്ടും. ലക്ക് ഉണ്ടോ നോക്കാം. നമുക്ക് ബൂട്ട്സ് ഉണ്ടാക്കാൻ 4 അയണല്ലോ വേണ്ടത്. നമുക്ക് ഇതും കൂടി പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇത് വെച്ച് പില്ലർ ചെയ്തിട്ട് അവനെ തല്ലാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളിതുകൊണ്ട് അയൺ കോളത്തിനടിച്ച് ഇതാക്കിയിട്ടുണ്ട്. വെയിറ്റ് അയ്യോ ഇവിടെ എത്തി. കോപ്പ് ഒരു ബ്ലോക്കും കൂടി കിടക്കട്ടല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് തട്ടാം. ഓക്കെ, ചത്ത് അയൺ ഗോളം ചത്ത്. നമുക്ക് എത്ര അയണ് കിട്ടിയിട്ടുണ്ടോ നോക്കണം. ഓക്കെ, 1 കൂടുതലുണ്ട്. 4 അയണ് കറക്റ്റ്. ഞാൻ 5 എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് കറക്റ്റ് ബൂട്ട്സ് ഉണ്ടാക്കണം 4 അയണ്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ 4 ഇത് ഇങ്ങനെ കറക്കി വെക്കുന്നുണ്ടല്ലോ. കുറേ യൂട്യൂബേഴ്സ് കാണിക്കണതാണ് അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ്. അത് എനിക്കാണെന്നുണ്ടെങ്കിൽ അത് നടക്കണില്ല. ഇങ്ങനെ ഓരോന്ന് വെച്ചാലേ എനിക്ക് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, നമുക്കൊരു കണ്ടോ അതുകൊണ്ട് ഒരു ബൂട്ട്സും കൂടി ഉണ്ടാക്കിയാൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. നമ്മളൊരു പ്രോ തന്നെ. കേവിലൊന്നുമില്ല. ഇനി ഈ കേവിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമുക്ക് ഇവിടെ ഒരു ക്രീപ്പർ വരുന്നേ. എടേ കൺട്രോള് പോയി. എടേ ഓക്കെ, നമ്മുടെ മൗസിൻ്റെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. കോപ്പ്, അതെന്ത് പറ്റിയാവും? കീബോർഡും അതുപോലെ തന്നെ ലോക്കായി കിടക്കണ്. ഒരു മിനിറ്റ്. ഇപ്പോൾ ഓക്കെ ഞാൻ ഊരി കുത്തിയതാണ്. ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ക്രീപ്പറാണ്. ഇനി വാ, നമുക്കിത് റിവെഞ്ച് എടുക്കാനുള്ള ടൈമാണ്. നമ്മുടെ ഹാർഡ് കോർ തീരാൻ കാരണമായ ഒരുത്തനാണ് ഇവൻ കാരണമാണ് ഞാൻ ഹാർഡ് കോറിൽ ചത്തത്. ഒരു കാര്യമില്ല, കേവിൽ വീണിട്ട് പോലും ചാവാത്ത തന്നെ വന്ന് കൊന്ന് എൻ്റെ ഹാർഡ് കോർ വേൾഡ് അങ്ങ് ഇല്ലാതാക്കി മാറി. അങ്ങനെ ആ റിവെഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഹാർഡ് കോറിൻ്റെ കാര്യമൊന്നും ഇനി പറയാതിരിക്കുക നല്ലത്. നമ്മൾ ചെറിയ മിസ്റ്റേക്ക് കാണിച്ചിട്ടാണ്, പറഞ്ഞിട്ടും കാര്യമില്ല.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ കേവിൻ്റെ അകത്തൊന്നുമില്ല. ഇവിടെയൊക്കെ കുറേ കോള് മാത്രമേ ഉള്ളല്ലോ. കുറച്ച് അയണൊക്കെ തന്നോടെ. എനിക്ക് തോന്നുന്നത് നമുക്ക് ബേസ് വയ്ക്കാൻ പറ്റിയൊരു സ്ഥലം അതാണെന്നാണ്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഡേ, ഇതുകൊണ്ടൊരു പോർട്ടലും കിടക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു പോർട്ടലും ഉണ്ട്. നമുക്ക് പോയി നോക്കാം. അതുകൊണ്ട് ഇവിടെ എന്താ നമുക്ക് ഇവിടെ ഒരു പാലം പണിയാം. നമുക്ക് അങ്ങോട്ട് പോകാനും വരാനും വേണ്ടിയിട്ടൊരു പാലം പണിയാം. ഇവിടെ തന്നെ നമുക്ക് ബേസും പണിയാം. പക്ഷെ അതല്ല, ഈ ഒരു ഏരിയ എനിക്ക് നല്ല കണ്ട് പരിചയമുള്ളൊരു സ്ഥലം, അതായത് ഏതൊരു വേൾഡിൽ കളിച്ചിട്ടുള്ള സ്ഥലം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല, ചിലപ്പോൾ തോന്നൽ മാത്രമായിരിക്കും. അല്ലാതെ ഇത് സീഡ് വേറെ അല്ലേ, സീഡ് മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറൂലേ. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ഷീപ്പ് കിടക്കുന്നുണ്ട്. നമുക്കൊരു ബെഡ് ഉണ്ടാക്കാനുള്ളത്. ഈ ഒരു സാധനം രാത്രി ഭയങ്കര രസമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു ഷീപ്പും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ചവടി. ഓക്കെ, അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള വൂളുമായിട്ടുണ്ട്. ഓക്കെ, 3 വൂളായിട്ടുണ്ട്. നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ആ ഷീപ്പ് അവിടെ ഇരിക്കട്ടെ ഇനി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ചെറിയൊരു ബേസ് തട്ടി കൂട്ടിയാലോ. ഇപ്പോൾ തൽക്കാലത്തിന് ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് നമുക്കൊരു ചെറിയ സെറ്റപ്പിൽ എന്തെങ്കിലും എന്താ ചെയ്യുക. നമ്മൾ കുറേ നേരം പണിയെടുത്തതുകൊണ്ടൊരു സാധനം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് റൈറ്റ് ചെയ്യാം. സംഭവം കൊള്ളല്ലേ. ചെറിയൊരു അണ്ടർഗ്രൗണ്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് പോലെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ കുറേ സീഡും കാര്യങ്ങളൊക്കെ പറിച്ച് നമുക്ക് സെറ്റാക്കണം. ഈ ഏരിയയിൽ തന്നെ നമുക്കൊരു ബേസ് പണിയണം കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ പണിയും. എനിക്ക് ബേസ് പണിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം കിട്ടൂല. അപ്പോൾ ഏതായാലും ഞാനൊരു ബേസ് പണിയും. അപ്പോൾ അത് എങ്ങനെ പണിയണമെന്ന് ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ചെസ്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ഐറ്റംസൊക്കെ വെക്കാനുള്ളത് ഇവിടെ സെറ്റാക്കാം. അതുകൊണ്ട് ഈ ഒരു ചെസ്റ്റിൽ നമുക്ക് ഈ ഐറ്റംസ് മൊത്തം കയറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിനി എന്തൊക്കെ ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത്. ഞാനെന്തായാലും ഇന്ന് ഫുള്ള് വീഡിയോയിൽ കൊണ്ടുവരുമെന്ന് അറിയൂല. ഞാൻ എന്തായാലും പറ്റണത്ര റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഐറ്റംസ് മൊത്തം നമ്മൾ ചെസ്റ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുത്ത് കൈ പിടിക്കാം. നമ്മൾ ഒരു വഴിക്ക് പോവുമല്ലേ, നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് മരങ്ങളൊക്കെ എവിടെയുള്ളതെന്ന് നമുക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. ഈ മലമണ്ടയിൽ ഞാൻ കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടൊരു പശു നിൽക്കണം അവിടെ. നമ്മൾ ഫുഡ് എടുക്കാൻ വിട്ട് നമ്മൾ അത് ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ആകെ ഒരു ബ്രെഡും കൊണ്ടാണ് വന്നത്. അയൺ കിട്ടി. സമാധാനമായി. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഇനി ഷീൽഡും ബക്കറ്റും ഉണ്ടാക്കാനുള്ള അയണായിരുന്നു. 4 പീസ് അയൺ അവിടെ കാണുന്നുണ്ട്. 4 പീസേ ഉള്ളോ അതോ ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് നമുക്ക് കുഴിച്ച് നോക്കും പറയാം. 4 പീസ് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ 4 പീസ് മതി. നമുക്ക് ഷീൽഡും ബക്കറ്റും ഉണ്ടാക്കാൻ 4 പീസ് മതി. ബക്കറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം കൈ കൊണ്ട് നടക്കാൻ. എങ്ങാനും നമ്മൾ താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ MLG ചെയ്തെങ്കിലും രക്ഷപ്പെടുമെന്ന് നോക്കാം. MLGയിൽ അത്ര പ്രോയൊന്നുമല്ല, എന്നാലും എന്തെങ്കിലും ഒരു ചാൻസ് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊരു ചാൻസ് കിട്ടി നമ്മളിത് വെറുതെ വിടരുതല്ലോ. നമുക്ക് ഒരു ഫർണസും കൂടി ഉണ്ടാക്കല്ലേ. നമ്മളൊരു ഫർണസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഫർണസ് ഉണ്ടാക്കി വയ്ക്കാം. അതുകൊണ്ട് 10 മതിയില്ലേ ഫർണസ് ഉണ്ടാക്കാൻ? അത് മതി. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ അകത്തെന്ന് തോന്നുന്നു ഒരു കേവ് അവിടെയും കാണുന്നുണ്ട്. ഇനി കേവ് തന്നെയാണോന്ന് അറിയില്ല. നമ്മുടെ കയ്യിൽ കൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. ഉള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളവിടെ വെച്ച് പോകുന്നു. നമുക്ക് ഈ മരം വെട്ടിയിട്ടേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി ഉണ്ടാക്കാം. നമുക്ക് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്നിട്ട് കുറേ മരം വെട്ടണം. നമുക്ക് കുറച്ച് ആക്സ് ഉണ്ടാക്കിയിട്ട് വരണം. ഓക്കെ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ കുറച്ച് സ്റ്റോണും കൊണ്ടുവരാം. ഇവിടെ വന്നിട്ട് നമുക്ക് കുറേ ആക്സ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഫുള്ള് അയണല്ല മരങ്ങളും വെട്ടിത്തിമിർത്ത് പോവാം. ഓക്കെ, എന്തായാലും അത് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കാം എന്തായാലും. ഓക്കെ, നമ്മളൊരു ഫർണസ് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അയൺ കൂടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് അയൺ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫുഡ് അങ്ങ് വെച്ചാലോ. ഓക്കെ, നമുക്ക് ആ ഫുഡ് വെക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് അതുകൊണ്ട് ഇനി കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് വെട്ടിയെടുക്കണം. ഇവിടെ വെച്ച് ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ ചെറിയ കുറച്ച് പണികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേതായാലും നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഏതായാലും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.